പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഫൊനറ്റിക്സ് ഇൻ മലയാളം എന്ന ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ എന്ന സൗണ്ട് ആയിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ബ എന്ന സൗണ്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോക്കാം, അതിൻ്റെ BIT, ബ ഇ ട്, ബിറ്റ്. BIN, ബ ഇ ന്, ബിൻ. BILL, ബ ഇ ല്, ബിൽ. ഇവിടെ ല എന്ന സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബില്ല് എന്ന് പറയുമ്പോൾ ലെറ്ററിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഭവം എന്താണ്, ലെറ്ററിൽ പിന്നെ സെയിം ലെറ്റർ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഡബിൾ L കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഉച്ചാരണത്തിൽ നമ്മൾ ല സൗണ്ട് ഒറ്റ ഒന്നേ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. RUBBER, റബ്ബർ എന്നൊക്കെ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അതൊരിക്കലും എന്ത് ചെയ്യരുത്, രണ്ട് സെയിം ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു വേർഡിൽ വരികയാണെങ്കിൽ അത് ഉച്ചാരണത്തിൽ ഒരു ശബ്ദം മാത്രമേ അത് പാടുള്ളൂ. ഡബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ബ, പിന്നെ അതിൻ്റെ ഈ സൗണ്ടിൻ്റെ കുറച്ച് വേർഡ്സ്, ഈ സൗണ്ടും ബവും വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നമ്മൾ ലോങ് ഇ സൗണ്ടും ബ സൗണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. ലോങ് ഇ സൗണ്ട്, ഇ ശ്രദ്ധിക്കുക, ഇ എന്ന സൗണ്ടാണിത്, ലോങ് ഇ. വരുന്ന നോക്കാം, BEAT. എക്സാം നോക്കുക നിങ്ങൾ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ബ ഇ ട്, ബീറ്റ്. അതുപോലെ BEAST, ബീസ്റ്റ്. ബ ഇ സ ട്, ബീസ്റ്റ്. അതുപോലെ BEEN, ഉച്ചാരണത്തിൽ വരുമ്പോൾ എന്താണ്, ബ ഇ ന, ബീൻ. അതുപോലെ BREACH, ഉച്ചാരണത്തിൽ വരുമ്പം ബ റ ഇ ഛ, ബ്രീച്ച്. അപ്പോൾ നമ്മൾ ലോങ് ഇ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് നമ്മൾ കണ്ടു. ഷോർട്ട് ഇ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ ലോങ് ഇയും മനസ്സിലാക്കി. അടുത്തത് നമ്മൾ ബ സൗണ്ട് മറ്റുള്ള സൗണ്ട്സുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, കമ്പൈൻ ചെയ്യുന്ന വേർഡ്സുകളാണ് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ എ എന്ന വേർഡ്, എ എന്ന സൗണ്ട് ശ്രദ്ധിക്കാം. എയിൽ എങ്ങനെയാണ് ബി എന്ന ബ സൗണ്ട് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. BET, ബെറ്റ്. ബ എ ട്, ബെറ്റ്. BEST, ബ എ സ ട്, ബെസ്റ്റ്, ബെസ്റ്റ്. അതുപോലെ BELL, ബ എ ല, ബെൽ. അടുത്ത നമ്മൾ മറ്റൊരു സൗണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് എ എന്ന സൗണ്ടാണ്. മറ്റൊരു സൗണ്ട് നമുക്ക് നോക്കാം, അത് വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ എന്നുള്ളത് കാര്യം നമ്മൾ നോക്കാം. ആ എന്ന സൗണ്ടാണ്, ആ. ഈ ഒരു സൗണ്ടിൽ നമുക്ക് മലയാളത്തിന് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ഇല്ല. അപ്പോൾ നമ്മുടെ ആയും എയും അതിൻ്റെ മിക്സ് ചെയ്തിട്ട് ആ, കാറ്റ്, റാറ്റ്, ബാറ്റ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഉള്ള ഉച്ചരിക്കുന്ന ഒരു സൗണ്ടാണിത്. നോക്കുക, നമുക്ക് BAT, ബാറ്റ്. അതുപോലെ CAB, ക്യാബ്, ക്യാബ്. അതിൽ എക്സാമ്പിൾ നമുക്ക് 2 വേർഡ്സ് മതി, അധികം വേർഡ്സ് നമുക്ക് സൗണ്ടിൽ കുറവാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു വവൽ നോക്കാം. മറ്റൊരു വവലും ബ സൗണ്ടിൻ്റെ കോമ്പിനേഷൻ നോക്കാം. ആ. ഈ ആ സൗണ്ടിൻ്റെ പ്രത്യേകത മലയാളത്തിലെ അ എന്ന് പറയുന്ന ഈ ആ ആണ്, ആ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കുക, BUT, ബ അ ട്, ബട്ട്. അതുപോലെ BUN, ബ അ ന, ബൻ. BUS, ബ അ സ, ബസ്. അതുപോലെ BUCKET, ബ അ ക ഇ ട്, ബക്കറ്റ്. ബ അ ക ഇ ട്, ബക്കറ്റ്.
അപ്പം ആ സൗണ്ടും അതുപോലെ ബവും വരുന്ന വേർഡ്സ് നമ്മൾ കണ്ടു. അടുത്ത മറ്റൊരു വവലിൻ്റെ കൂടെ ബ സൗണ്ടിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ലോങ് ആ എന്നുള്ള സൗണ്ടാണ്. ഇത് കുറച്ച് ടങ് ഉള്ളിലേക്ക് വലിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ആ ടങ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ച് പ്രൊനൗൺസ് ചെയ്യണം. ശ്രദ്ധിക്കാം. BARK പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ബ ആ ക ബാക്ക് ബാർക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യമുണ്ട്, ഇവിടെ ലെറ്റർ ആർ ഉണ്ട്, പക്ഷെ ആറിന് ശേഷം ഒരു വ്യഞ്ജനാണ് വന്നത് അല്ലേ, ക എന്ന വ്യഞ്ജനാണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ലെറ്റർ ആറ് പ്രൊനൗൺസ് ചെയ്യില്ല. ബാർക്ക്. BLAST പ്രൊനൗൺസിയേഷൻ നോക്കുക. ബ ല ആ സ ട് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വവല് ബ സൗണ്ടും ഒരു അടുത്തൊരു വവലും തമ്മിലുള്ള വാക്കുകൾ നോക്കാം. അത് തമ്മിൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. അത് നോക്കാം. എന്ന സൗണ്ടാണ്, മറ്റൊരു വവലാണ് സൗണ്ട്. നോക്കാം. BROTHER. എക്സാമ്പിൾ നോക്കാം. ബ റ അ ദ ഒ ബ്രദർ ബ്രദർ. BUTTER. ബ അ ട ഒ ബട്ടർ. ഇവിടെ ശ്രദ്ധിക്കണം, ലെറ്റർ ആറ് ഒരു വേർഡിൻ്റെ അവസാനം വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല. ബട്ടർ. അടുത്ത് നോക്കുക. ഓ എന്ന സൗണ്ടാണ്. ഓയിൽ എങ്ങനെയാണ് ബ സൗണ്ടുമായിട്ട് വരുന്നത് നോക്കാം നമ്മൾ. BOX നോക്കുക. ബ ഓ ക സ ബോക്സ് ബോക്സ്. അടുത്ത നമ്മൾ മറ്റൊരു വവലും ബവും തമ്മിൽ വരുന്നതാണ്. മറ്റൊരു വവൽ നമ്മൾ ശ്രദ്ധിക്കാം. അത് ഓ എന്ന സൗണ്ടാണ്. ഓ നോക്കുക. BALL. ബ ഓ ല ബോൾ. മറ്റൊരു വവൽ നോക്കാം നമുക്ക്. ഉ എന്ന വവൽ. ഉ ഉ നോക്കുക. ബ ഉ ക ബുക്ക് ബുക്ക്. ബ ഉ ഷ ബുഷ് ബുഷ്. BULL. ബ ഉ ല ബുൽ. ഇനി നമുക്ക് ഊ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ബവും ഊ സൗണ്ടാണ്. നമ്മൾ ഷോർട്ട് ഊ നമ്മൾ കഴിഞ്ഞു. അടുത്തത് ഊ സൗണ്ട്. അത് ശ്രദ്ധിക്കാം. ഇതാണ് ഊ സൗണ്ട്. ശ്രദ്ധിക്കാം. എക്സാമ്പിള് ബൂസ്റ്റ്. ബ ഉ സ ട് ബൂസ്റ്റ്. ബൂൺ. ബ ഉ ന ബൂൺ. ബ്രൂം. ബ റ ഉ മ ബ്രൂം. അടുത്ത ചില ഡിഫ്തോങ്ങിൽ എങ്ങനെയാണ് ഡിഫ്തോങ് ബ സൗണ്ടിൻ്റെയും കൂടി വരുന്ന വേർഡ്സുകളാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണം. നോക്കുക. എ എന്ന ഡിഫ്തോങ്ങിൽ നോക്കാം. BAKE. ബേക്ക് ബേക്ക്. TAKE. ടേക്ക്. BABY. ബേബി. നമ്മൾ ബേബി എന്നൊക്കെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണേ. ബേബി. അതുപോലെ BREAK.
കെ. ബ്രേക്ക്. ബ്രേക്ക്. BRAIN. ബ്രെയിൻ. ബ്രെയിൻ. അപ്പോൾ ആ ഡിഫ്തോങ് കഴിഞ്ഞു. മറ്റൊരു ഡിഫ്തോങ്, അതായത് എയ് എന്ന ഡിഫ്തോങ് നമ്മളെ കഴിഞ്ഞു. എയ് എന്നാണ് ഡിഫ്തോങ്. ആ എയ് എന്ന ഡിഫ്തോങ്ങിൽ നമ്മൾ വേർഡ്സ് കണ്ടു. ഇനി നമ്മൾ ഐ എന്ന ഡിഫ്തോങ്ങും ബ സൗണ്ടും ആണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഐ എന്ന ഡിഫ്തോങ് ആണ്. ഐ, അതിൽ ബ സൗണ്ട് വരുന്നത് നോക്കാം. BUY. ബൈ. BI. അതുപോലെ BRIGHT. BRIT. ഇവിടെ നമ്മൾ കണ്ടോ റ സൗണ്ട് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? റന് ശേഷം ഒരു ഡിഫ്തോങ് ആണ്. ഒരു ഡിഫ്തോങ് വന്നാൽ പ്രൊനൗൺസ് ചെയ്യും. റന് ശേഷം പിന്നെ കോൺസണന്റ് വന്നാൽ മാത്രമേ പ്രൊനൗൺസ് ചെയ്യാണ്ട് നിൽക്കൂ. ഡിഫ്തോങ്ങോ വവ്വലോ വന്നാൽ പ്രൊനൗൺസ് ചെയ്യും. ഇവിടെ ഒരു ഡിഫ്തോങ് ആണ്, അതുകൊണ്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യും. അതാണ് നമ്മൾ ബ്രൈറ്റ് എന്നുള്ള വേർഡിൽ റ സൗണ്ട് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒയ് എന്ന ഡിഫ്തോങ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒയ്. ഒയ് എന്ന ഡിഫ്തോങ്ങിൽ ബ സൗണ്ട് നോക്കാം. BOY. ഓയ്. അതുപോലെ BOIL. BOIL. ബോയിൽ. അടുത്തത് എവ് എന്ന ഡിഫ്തോങ്. എവ്. എവ്. BOTH. ഉച്ചാരണം ബേദ്. ബേദ്. ബേദ് എന്നാണ്. അതുപോലെ BROKE. ഉച്ചാരണം ബ്രേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.